നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അനു, അഖില് പോയതിന്റെ വിഷമം ഇതുവരെ മാറിയില്ലേ? വൈകുന്നേരം കേറി വന്നത് മുതൽ ഇങ്ങനെയാണല്ലോ. ഒന്നുമില്ല, നീ കിടന്നോ. കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറ. അഖിലിനെ കാണാൻ ചെന്നിട്ട് അഖിലും ശ്യാമയും മോശമായ രീതിയിൽ എന്തെങ്കിലും പ്രതികരിച്ചോ? എന്ത് സംഭവിച്ചേ? അവര് രണ്ടുപേരെയും തിരിച്ചു വിളിക്കുമെന്ന് പറഞ്ഞു പോയ ആള് മടങ്ങി വന്നത് മുതല് വേറെ ആളായതുപോലെ. മറ്റേതോ ലോകത്ത് ജീവിക്കുന്നത് പോലെ ഒരേ ആലോചന. ആഹാരം പോലും നേരെ കഴിച്ചില്ല. എന്റെ ഐശ്വര്യം, നീ ദൈവം വെറുതെ ഇരിക്കേ. അത് ശരി, കുറ്റം ഇപ്പൊ എനിക്കായോ? ഞാനൊന്നും പറയുന്നില്ല. എന്നെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും സന്തോഷവും സമാധാനമുള്ള ദിവസങ്ങളാ ഇന്നലെ മുതൽ. അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതല് വീടിന് പ്രത്യേക ഒരു വെളിച്ചം വന്നതുപോലെയാ. ആ വെളിച്ചം ഇല്ലാതാക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ദുഃഖപ്പായി മരിച്ചിരിക്കുന്നേ? ഐശ്വര്യ, മിണ്ടിപ്പോരുത് നീ. വീട്ടിലും ഒരു സമാധാനം തരരുത്. ഹലോ ചേച്ചി. ശ്യാമ, എനിക്ക് ആകെ പേടിയാവുന്നുണ്ട് കേട്ടോ. അമ്പലത്തിൽ വെച്ച് അരുണിനെ കണ്ടിട്ടുണ്ടാവോ? അറിയില്ല ചേച്ചി, അരുണിന് എന്തോ സംശയം വന്നിട്ടുണ്ട്, അത് ഉറപ്പാ. പക്ഷേ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പരീക്ഷണങ്ങളുടെ മുകളിൽ പരീക്ഷണങ്ങളാണല്ലോ ശ്യാമ സംഭവിക്കുന്നത്. എന്തായാലും ചേച്ചി ടെൻഷൻ ആവണ്ട, കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നേ നമുക്ക് നോക്കാം. പിന്നെ അശ്വതീച്ചെ വ്യക്തമായിട്ട് അരുണേട്ടൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അരുണേട്ടൻ അന്വേഷിച്ചു വരും, അത് ഉറപ്പാ. ഈശ്വര, എന്തായാലും നമുക്ക് ശ്രദ്ധിച്ചിരിക്കാം ചേച്ചി എന്തൊക്കെ നടക്കുന്നതെന്ന്. ചേച്ചി വിഷമിക്കാതിരിക്കുക. ഈ പ്രശ്നത്തിൽ എന്തായാലും ചേച്ചി ഒറ്റപ്പെടില്ല, ഞാനും കൂടെ ഉണ്ടാവും. ശ്യാമേ, നീ തന്നെ ഒരു 100 കൂട്ടം പ്രശ്നങ്ങൾക്കിടയിലാ. അതിനിടയില് ഇതും കൂടി. ചേച്ചി ചേച്ചി അങ്ങനെയൊന്നും വിഷമിക്കണ്ട, ഒക്കെ വരുന്ന പോലെ നമ്മൾ നേരിടും. ശരി ശ്യാമേ. ശരി ചേച്ചി. എന്റെ കൃഷ്ണ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.